ഇപ്പൊ പറഞ്ഞിരിക്കുന്ന ഈ സിനിമകളെല്ലാം തന്നെ ടാക്സ് ഫ്രീ ആയും അല്ലാതെ തിയേറ്ററുകളിലും പബ്ലിക്കായും പ്രദർശിപ്പിക്കാൻ മുൻകൈ എടുത്ത വിദ്വാൻമാരാണ് ഈ സംഘടനക്കാരെല്ലാം തന്നെ. എന്നോട് ഈ പാർലമെന്റിലെ സഹപ്രവർത്തകരായിരിക്കുന്ന ആളുകൾ തന്നെ ചോദിച്ചിട്ടുണ്ട്, നിങ്ങളുടെ സംസ്ഥാനം ഇങ്ങനെയൊക്കെയാണോ എന്ന്. ഈ സിനിമ കണ്ടിട്ടാണ് എന്ന് പറഞ്ഞാൽ കേരളത്തെക്കുറിച്ചിട്ട് വളരെ ബോധപൂർവ്വം തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി നടന്ന കാര്യങ്ങളുണ്ടായി. പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പോയി കർണാടകത്തിൽ കേരളത്തെക്കുറിച്ച് പ്രസംഗിച്ച കാര്യം നിങ്ങൾക്കറിയാം. ആഭ്യന്തരമന്ത്രിയാണ് പറഞ്ഞത്, തൊട്ടടുത്ത കേരളമാണ്, സൂക്ഷിക്കണം എന്ന് തൊട്ട് പറയുന്ന സ്ഥിതി ഉണ്ടായി. ഈ സിനിമ എന്ന് പറയുന്നത് വളരെ ഫിറ്റിംഗ് ആയിരിക്കുന്ന ഒരു റിപ്ലൈ കൂടിയാണ് ഈ സംഘപരിവാർ പ്രചരണങ്ങൾക്കെതിരെയുള്ളത്. ഗംഭീരമായി ആഘോഷിക്കപ്പെടേണ്ട സിനിമയാണ്. എത്രത്തോളം RSS സംഘപരിവാർ എതിർക്കുന്നു അത്രത്തോളം അത് ജനഹൃദയങ്ങളിലെത്ത് ഇവിടെയും പറ്റുമെന്ന് കാണിക്കാൻ എന്താണെന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന മാർഗം. ആ സിനിമയെ കുറിച്ച് നമ്മൾ എമ്പുരാനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഈ സിനിമ കണ്ടില്ല, ഞാൻ പക്ഷെ ഇത് കണ്ടില്ലെങ്കിൽ ഇതിന്റെ ഓരോ കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റും. അത് പിന്നെ കാണാതെ എമ്പുരാനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഒരു കാര്യം അറിയുമോ, ഈ തുടക്കത്തിൽ ഏതാണ്ട് ഒരു പഴയ രംഗം കാണിച്ചു എന്നുള്ളത് മാത്രമാണ് ഈ പറയുന്നതിന് അർത്ഥം. അതൊന്നും നമ്മൾ ബാലൻസ് ചെയ്യാനേ പാടില്ല. ഗുജറാത്ത് കൂട്ടക്കൊല നടത്തി അതിന്റെ ഇതിലാണ് ഇത് ഭരിക്കുന്നത് എന്ന് പറയുന്ന കേരളത്തില് ഈ കൈക്കൂലി വാങ്ങിക്കുന്ന പാർട്ടി നേതൃത്വത്തെ, ഏത് പാർട്ടിയാണെന്ന് ഞാൻ പറയുന്നില്ല, അവരെ ചിത്രീകരിക്കുന്ന, അവരെ കണക്കറ്റ് പരിഹസിക്കുന്ന ഒരു സിനിമ നമ്മൾ എടുത്തിട്ട് അതിനകത്ത് ഏതാണ്ട് അതിന്റെ ഒരു 99.99 കട്ട് ചെയ്തിട്ടാണ് ഈ പോയിന്റ് ഒന്നിന് പിടിക്കുന്നത്. അതിലൊന്നും ഒരു കാര്യമില്ല. ഇതെന്ന് പറയുന്നത് എമ്പുരാൻ എന്ന് പറയുന്നത് ഒരു ഒന്നാം തരം എന്താണ് സറ്റയർ അല്ലെങ്കിൽ സമീപകാലത്തിറങ്ങിയ അതിശക്തമായ ഒരു രാഷ്ട്രീയ സിനിമയായിട്ട് തന്നെ നമ്മൾ അതിനെ കാണണം. പിന്നെ സിനിമയുടെ വ്യൂ പോയിന്റിലൂടെ ഒക്കെ നോക്കുമ്പോൾ അതിന്റെ മറ്റേ ലക്ഷണമൊത്ത ഇതാണെന്നൊക്കെ ചോദിക്കുന്നതിന് കുറെ വേറെ പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ അതിശക്തമായ ഒരു കാര്യമാണ്. അതിന് അണിയറ ശില്പികൾക്ക് ഇതുകൊണ്ട് പിന്നെ മറന്നേക്ക് പുറത്തു വന്നല്ലോ. ഞാൻ പാർട്ടി സെക്രട്ടറി പറഞ്ഞതാണ്, ഞങ്ങൾ ഇത് കൺട്രോൾ ചെയ്യേണ്ടതായിരുന്നു. EDയും അതുപോലെ ഇലക്ഷൻ കമ്മീഷനും ഒക്കെ പോലെ കൺട്രോൾ ചെയ്യേണ്ട ഒന്നായിരുന്നു സെൻസർ ബോർഡ്. ആ സെൻസർ ബോർഡിന് അങ്ങനെ ഞങ്ങൾ ആളുകൾ വേണ്ടത്ര പ്രവർത്തിച്ചില്ല എന്ന് പറയുന്ന പോലെയാണിത്. ഇവരെന്തിനാണ് സ്വാധീനിക്കാൻ നിൽക്കുന്നത്? സെൻസർ ബോർഡിനൊക്കെ ഒരു ജുഡീഷ്യൽ സ്വഭാവം ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഒരു ജുഡീഷ്യസ് ആയ മൈൻഡോടുകൂടി ചെയ്യേണ്ടതാണ് ഈ സെൻസർ ബോർഡ്. അതിനെ ഞങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല എന്ന് പരസ്യ കുറ്റസമ്മതം നടത്തുന്ന സ്ഥിതി ഉണ്ടായില്ലേ? ഒരു ചെറിയ പണി പറ്റിപ്പോയി നിലവിൽ. മലയാളികൾ ആ സിനിമ നല്ലതുപോലെ ആഘോഷിക്കട്ടെ, അവർ വിലയിരുത്തട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതിനകത്ത് ഈ തിരുവാതിര എന്നൊന്നും പറയുമ്പോൾ ഒരു ഘടകമുള്ള കാര്യമല്ല. അല്ല, ഒന്നുമില്ല, അങ്ങനെ CPM ഞാൻ വിമർശിക്കില്ല. എമ്പുരാൻ സിനിമ ഞാൻ ആരെ എമ്പുരാൻ സിനിമയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് സംഘപരിവാർ രാഷ്ട്രീയത്തിനെതിരെയുള്ള അതിശക്തമായ അത് എങ്ങനെ വളർന്ന് അധികാരത്തിലെത്തിയതിനെ കുറിച്ചുള്ള അതിന്റെ കഥകളാണ്.